നിങ്ങളൊരു ഷവായ ഫാനാണോ? അങ്ങനെയാണെങ്കിൽ ഒരു ഷവായ കഴിക്കാൻ പോയ കഥ കേട്ടാലോ. ഞാൻ അത്ര വലിയൊരു ഷവായ ഫാൻ അല്ലെങ്കിലും എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇത് കഴിക്കാൻ ഒരു ക്രേവിങ്സ് വരും കേട്ടോ. അങ്ങനെ ഏതാണ്ട് ഒരു 1 വീക്ക് വെയിറ്റ് ചെയ്തിട്ട് ഇന്ന് നമ്മൾ ഷവായ കഴിക്കാൻ പോകാൻ കേട്ടോ. എന്തായാലും പോവല്ലേ, അപ്പോൾ കൂടുതൽ ഒരു മൂവിയും കൂടി കാണാമെന്ന് വെച്ചു. ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത് അളകാപുരിയിലെ ഫേമസ് അപ്പം മുട്ടക്കറി എന്നാണെങ്കിലും അവിടെ നിന്ന് എനിക്കൊരു ചെറിയ പണി കിട്ടി കേട്ടോ. അത്ര ചെറുതുമല്ല, അത്യാവശ്യം വലിയൊരു പണി തന്നെയായിരുന്നു. ഞാനൊരു അറൗണ്ട് 4 years ആയിട്ട് ഇവിടുന്ന് ഫുഡ് കഴിക്കാൻ തുടങ്ങിയതാണെങ്കിലും ഫസ്റ്റ് ടൈമാണ് വയറിന് എനിക്ക് ഇതുപോലൊരു പണി കിട്ടുന്നത്. തളരരുത് രാമൻകുട്ടി, തളരരുത്. അങ്ങനെ തളരാതെ ഞാൻ മൂവി കയറി. കാന്താരി ആയിരുന്നു കണ്ടത്. ഇനി പ്രത്യേകിച്ച് അഭിപ്രായം പറയണമെന്ന് തോന്നാനുള്ള അടിപൊളി മൂവിയാണ്. ആരെങ്കിലും കാണാൻ ബാക്കിയുണ്ടെങ്കിൽ പോയി കണ്ടേരെ. നമ്മൾ വിഷയത്തിൽ നിന്ന് തന്നെ മാറിയോ എന്നൊരു ഡൗട്ട്. നമ്മുടെ വിഷയം ഷവായാണ്. അങ്ങനെ നീണ്ട ഒരാഴ്ചത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മൾ അവിടെ എത്തിയിരിക്കുകയാണ് ഗൈസ്. ഈ സ്ഥലം ഇനി പ്രത്യേകിച്ച് പറഞ്ഞു തരണം തോന്നല്ല, നമ്മുടെ ക്ലബ് ഷവായാണ് കേട്ടോ, തമ്മനത്തോളത്. കാര്യം നല്ല തിരക്കുണ്ടെങ്കിലും നമുക്ക് പെട്ടെന്ന് സീറ്റും കിട്ടി. കുറച്ചേരം വെയിറ്റ് ചെയ്തപ്പോഴേക്കും ഫുഡും വന്നു. നിങ്ങൾ എൻ്റെ കണ്ണുകളിൽ ആ സന്തോഷം കാണുന്നില്ല ഗൈസ്. നമ്മുടെ മന്തി റൈസിൽ കുറച്ച് മസാലയും മയോണൈസും ഒരു പീസ് ചിക്കനും കൂടി ഇങ്ങനെ കൂട്ടി കുഴച്ച് കഴിക്കുമ്പോൾ ഒരു ഫീൽ അടിപൊളിയല്ലേ. അങ്ങനെ ഒരു വലിയ അംഗത്തിന് ശേഷം കുറച്ച് ജീരകം മിഠായി എടുത്തോണ്ടാട്ടോ ഞങ്ങൾ ഇറങ്ങിയത്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം.